യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിക്കപ്പെട്ട കൈജിൻ എന്ന ചലച്ചിത്രമാണ് ഇന്ന് സിനിമാ കഥയിലൂടെ നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് ചൈനയിലെ ഒരു ഗ്രാമത്തിലാണ്. പച്ചപ്പാർന്ന മലനിരകൾക്കിടയിൽ നഗരത്തിലെ ബഹളങ്ങളിൽ നിന്ന് വളരെ അകലെയായി ഒറ്റപ്പെട്ട ആ ഒരു ഗ്രാമത്തിൽ ഇന്ന് ആ ഗ്രാമം മുഴുവൻ വളരെയധികം ആഘോഷത്തിലാണ്. കാരണം നാട്ടുകാർക്ക് പ്രിയപ്പെട്ട രണ്ട് മധ്യവയസ്കർ ഇന്ന് വിവാഹിതരാവുകയാണ്. ഈ വിശേഷപ്പെട്ട ദിവസത്തിനായി ഗ്രാമവാസികളെല്ലാം ഒത്തുചേർന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അതേസമയം നമ്മളൊരു നവജാത ശിശുവിനെ പരിചയപ്പെടുന്നു. അവളുടെ അമ്മ അവളെ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞു. പിന്നീട് ഒരു കയ്യിൽ കുഞ്ഞിനെയും മറുകൈയിൽ ഒരു ബാഗുമായി അവൾ തന്റെ ഇടത്തുനിന്നും ഇറങ്ങി. മറുവശത്ത് പ്രധാന വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. വരന്റെ പേര് ഫാൻ എന്നും വധുവിന്റെ പേര് ലൂ എന്നുമാണ്. വൈകാതെ അവരുടെ വിവാഹം പൂർത്തിയായി. കുറച്ച് സമയം കടന്നുപോയി. സമയം രാത്രിയായി. നേരത്തെ കുട്ടിയുമായി തനിച്ച് നടന്നിറങ്ങിയിരുന്ന ആ സ്ത്രീ ഗ്രാമത്തിലെ പ്രധാന റോഡിന് മുന്നിൽ വന്നു നിന്നു. ഇതിനിടയിൽ ഫാൻ ലൂവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. കാലുകൾക്ക് പ്രശ്നമുള്ളതിനാൽ ലൂവിന് നടക്കാൻ കഴിയില്ല. ലൂ ഫാനിനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടോ? ഫാൻ പറഞ്ഞു, ഓ അതൊന്നുമില്ല, നോക്ക്, നമ്മൾ വളരെ നന്നായി ജീവിക്കാനാ പോകുന്നത്. എനിക്ക് നല്ല ടോഫു ഉണ്ടാക്കാൻ അറിയാം. അയൽക്കാരന്റെ ടോഫുവിനെ ഒരുപാട് പുകഴ്ത്തി പറയാറുണ്ട്. നമ്മള് പുതിയൊരു ടോഫു കട തന്നെ തുടങ്ങും. ഫാൻ തനിയെ ഓരോന്നായി തന്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ലൂ അവനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു സത്യം പറയാനുണ്ട്. നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചു, പക്ഷെ എനിക്കൊരിക്കലും ഒരു അമ്മയാവാൻ സാധിക്കില്ല. ഫാൻ പറഞ്ഞു, അതെല്ലാം വിട്ടേക്കൂ, നമ്മൾ ഒന്നിച്ച് നന്നായി തന്നെ ജീവിക്കും. അതേസമയം ഗ്രാമത്തിലേക്ക് നടന്നു കയറിയിരുന്ന കുട്ടിയുമായി നടന്നിരുന്ന ആ സ്ത്രീ അവൾ തന്റെ നവജാത ശിശുവുമായി ഒരു വീടിന്റെ വാതിൽക്കലെത്തി നിന്നു. രാത്രിയേറെ വൈകിയിരുന്നു. ഫാനും ലൂവും ഉറക്കത്തിലേക്ക് വീണു. പെട്ടെന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് രണ്ടുപേരും ഉണർന്നു വന്നു. ഫാൻ ഉടനെ പുറത്തിറങ്ങി ലൈറ്റിട്ടു. നിലത്ത് ഒരു ബാഗ് തുറന്നു കിടക്കുന്നു. അവിടെ ഒരു നവജാത ശിശു കരയുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ ആ പ്രദേശം മുഴുവനും നിറഞ്ഞു. ആ സ്ത്രീ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഫാനിനും ലൂവിനും വലിയ സന്തോഷത്തിന്റെ ദിനമായിരുന്നു. ആ കുഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് സന്തോഷത്തിന്റെ സന്ദേശവുമായാണ് എത്തിയത് എന്ന രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം. ഗ്രാമത്തിൽ അവർക്കറിയാവുന്ന എല്ലാവരും കുഞ്ഞിനെ കാണാനായി എത്തിച്ചേർന്നു. അപ്പോഴാണ് ഫാനിന്റെ അമ്മാവൻ അവിടേക്ക് വരുന്നത്. ലൂ അമ്മാവനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ ദത്തെടുത്താൽ കൊള്ളാമെന്നുണ്ട്. അത് കേട്ടതും അമ്മാവൻ സന്തോഷത്തോടെ പറഞ്ഞു, കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് നിയമപരമായി ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളാവാൻ കഴിയും. ഞാൻ പോയി ഗ്രാമത്തലവനെ കാണാം. അമ്മാവൻ വലിയ സന്തോഷത്തോടെ അവിടുന്ന് പോയി. അങ്ങനെ സമയം കടന്നുപോയി. കുഞ്ഞിന്റെ മാതാപിതാക്കൾ എന്ന നിലയിലുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഫാനും ലൂവും നിറവേറ്റി. ഈ കൊച്ചുകുഞ്ഞിന്റെ ചെറിയൊരു കരച്ചിൽ പോലും ആ വളർത്തച്ഛനും അമ്മയ്ക്കും സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് ഫാൻ ലൂവിനോട് ചോദിച്ചു, നമ്മൾ ഇവൾക്ക് ഇതുവരെ ഒരു പേരിട്ടില്ലല്ലോ, നീ വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പോൾ പെട്ടെന്ന് ലൂ പറഞ്ഞു, ഞാനൊരു പേര് തീരുമാനിച്ചു, പാൻ പാൻ എന്ന പേര്. ഫാൻ പറഞ്ഞു, ഓ അതെന്ത് പേരാ? അതിന്റെ അർത്ഥവും അത്ര നല്ലതല്ല. എങ്കിലും നിങ്ങൾ ഒരെണ്ണം പറ. അത് കേട്ടതും ഫാൻ പറഞ്ഞു, ഞാനൊരു പേര് തീരുമാനിച്ചിട്ടുണ്ട്, കൈജിൻ. ആ പേര് കേട്ടതും ലൂവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. നിഷ്കളങ്കയായ ആ കുഞ്ഞിന് ലോകത്തിന്റെ കണക്കുകൂട്ടലുകളൊന്നും മനസ്സിലായില്ലെങ്കിലും അവൾ ശാന്തവും മനോഹരവുമായ ഒരു പുഞ്ചിരി നൽകി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൂടി മുന്നോട്ടേക്കൂടി. ഗ്രാമത്തിലെ ആ ചെറിയ കുടുംബത്തിൽ സന്തോഷത്തിന് കുറവൊന്നുമില്ലായിരുന്നു. ഫാനിന്റെ അമ്മാവൻ വന്ന് ഇന്നു മുതൽ ഫാനും ലൂവും കൈജിന്റെ നിയമപരമായ മാതാപിതാക്കളാണെന്ന് അറിയിച്ചു. അതോടെ അവരുടെ സന്തോഷം ഇരട്ടിയായി. ഈ സന്തോഷ വാർത്ത കേട്ടപ്പോ മധ്യവയസ്കരായ ആ ദമ്പതികളുടെ ആഹ്ലാദം അത്രമേൽ അതിരറ്റതായിരുന്നു. അസാധ്യമായത് നേടിയെടുത്തതുപോലെ അവർക്ക് തോന്നി. അമ്മാവൻ അതും പറഞ്ഞവിടുന്ന് പോവുകയും ചെയ്തു. ഫാൻ സന്തോഷം കൊണ്ട് ലൂവിന്റെ വീൽചെയർ വട്ടം കറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, കൈജിനി നമ്മുടെ മകളാണ്, നമ്മൾ അവളുടെ മാതാപിതാക്കളാണ്. ഈ ലോകത്ത് ആർക്കും അവളെ നമ്മിൽ നിന്ന് കൊണ്ടുപോവാനേ പറ്റില്ല. ഒരു രാത്രിയിൽ ശക്തമായ മഴയും കാറ്റുമുണ്ടായിരുന്നു. കൈജിനെന്ന് വല്ലാതെ കരയുന്നുമുണ്ട്. അവളൊന്നും കഴിക്കുന്നുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കൈജിന് കടുത്ത പനിയുണ്ടെന്ന് ലൂ ശ്രദ്ധിക്കുന്നത്. ഉടൻ തന്നെ കൈജിന്റെ അച്ഛനായ ഫാനിനോട് അവൾ വിവരം പറഞ്ഞു. എത്രയും പെട്ടെന്ന് കുട്ടിയെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ക്ലിനിക്ക് ഗ്രാമത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അച്ഛനായ ഫാൻ തന്റെ മകളെ മുതുകിൽ വെച്ചുകെട്ടി ആ കൊടുങ്കാറ്റിലും ഗ്രാമത്തിലെ മൺപാതകളിലൂടെ നഗരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. പ്രതിസന്ധികളിൽ തട്ടി ഫാൻ വീണ്ടും വീണ്ടും വീഴുന്നുണ്ടായിരുന്നു. എങ്കിലും എല്ലാ തടസ്സങ്ങളും അതിജീവിച്ച് അദ്ദേഹം നഗരത്തിലെ ക്ലിനിക്കിലെത്തി. പൂർണ്ണമായും നനഞ്ഞൊലിച്ച് ഡോക്ടറെ കാണാൻ കാത്തുനിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടർ ഫാനിനോട് പറഞ്ഞു, അവൾ കഷ്ടിച്ച രക്ഷപ്പെട്ടത്.
പറഞ്ഞത്. നിങ്ങൾ വരാൻ അല്പം കൂടി വൈകിയിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കുമായിരുന്നു. ഫാൻ വലിയൊരു ദീർഘനിശ്വാസം എടുത്തു. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. കൈജിൻ ഇപ്പോൾ വളർന്നിരിക്കുന്നു. അവൾ അച്ഛനെ സഹായിക്കാറുണ്ട്. അവളുടെ അമ്മ ലു തന്റെ വിവാഹ വസ്ത്രം മുറിച്ച് മകൾക്കായി മനോഹരമായൊരു പുതിയ വസ്ത്രമുണ്ടാക്കി. അവർ അത് കൈജിന് ധരിപ്പിച്ചു. പുതിയ വസ്ത്രം കിട്ടിയതിൽ കൈജിൻ വളരെ സന്തോഷവതിയുമായിരുന്നു. വീടിന്റെ മുറ്റത്ത് അവൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. ഇന്ന് കൈജിന്റെ സ്കൂളിലെ ആദ്യ ദിവസമാണ്. അച്ഛന്റെ സൈക്കിളിൽ അവൾ സ്കൂളിലേക്ക് തിരിച്ചു. പ്രധാന അധ്യാപകൻ കൈജിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ആ കൊച്ചു പെൺകുട്ടി അല്പം പേടിച്ചിരുന്നു ും എല്ലാവരും കൈയടികളോടെ അവളെ സ്വാഗതം ചെയ്തു. തുടർന്ന് ടീച്ചർ ക്ലാസ്സിനോട് ചോദിച്ചു, ആർക്കാണ് കൈജിന്റെ അടുത്തിരിക്കാൻ താല്പര്യമുള്ളത്? ഒരു പെൺകുട്ടിയൊഴികെ മറ്റാരും കൈയുയർത്തിയില്ല. കൈജിൻ പോയി ആ പെൺകുട്ടിയുടെ അടുത്തിരുന്നു. അവൾ ആ പെൺകുട്ടിയുമായി നല്ല സൗഹൃദത്തിലായി. ആ പെൺകുട്ടി തന്റെ ബാഗിൽ നിന്ന് ഒരു MP3 പ്ലെയർ പുറത്തെടുത്തു. അത് കണ്ടതും അതെന്താണെന്ന് കൈജിൻ ചോദിച്ചു. ഇതിൽ പാട്ട് കേൾക്കാൻ പറ്റും എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത്. ഉച്ചഭക്ഷണത്തിനുള്ള മണി കുറച്ചു കഴിഞ്ഞപ്പോൾ മുഴങ്ങി. കൈജിന്റെ ക്ലാസ്സിലെ ഒരു വികൃതി പയ്യൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് കൈജിന്റെ അച്ഛനെ പരിഹസിക്കാൻ തുടങ്ങി. ആ വയസ്സിനില്ലേ, തീർച്ചയായും കൈജിന്റെ അച്ഛനായിരിക്കില്ല, കണ്ടിട്ട് അവളുടെ മുത്തച്ഛനെ പോലെയുണ്ട് എന്നവൻ പറഞ്ഞുകൊണ്ടിരുന്നു. അല്പം അകലെ നിന്നിരുന്ന കൈജിൻ ഇത് കേട്ടു. അവൾ ആ വികൃതി പയ്യനോട് തർക്കിക്കുകയും ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടി പറയടാ എന്ന മട്ടിൽ ആക്രോശിക്കുകയും ചെയ്തു. അപ്പോൾ കൈജിന്റെ സുഹൃത്ത് ഇടപെട്ട് ആ പയ്യനെ തള്ളി മാറ്റി. കൈജിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. മൈതാനത്തെ കുട്ടികളെല്ലാം അവരവരുടെ രീതികളിൽ കളിക്കുകയായിരുന്നു. കൈജിൻ സുഹൃത്തിനൊപ്പം അങ്ങോട്ട് നടന്നു വന്നു. ആ വികൃതി പയ്യനും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവൻ വീണ്ടും കൈജിനെ കളിയാക്കി. കൈജിന് വല്ലാതെ ദേഷ്യം വന്നു. അവൾ അവനോട് പറഞ്ഞു, ഞാൻ മിണ്ടാതിരിക്കുന്നത് കണ്ട് ഞാൻ അത്ര ദുർബലയാണെന്നൊന്നും നീ കരുതണ്ട. അപ്പോൾ ആ പയ്യന്റെ സുഹൃത്ത് കൈജിനോട് പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും തമ്മില് ഒരു ഓട്ട മത്സരം നടത്ത്, പോ കാണാം നീ ദുർബലയാണോ അതോ ശക്തിയാണോ എന്ന്. കൂടുതൽ ആലോചിക്കാതെ കൈജിൻ അതിന് സമ്മതിച്ചു. പെൺകുട്ടികളെല്ലാം കൈജിനായും ആൺകുട്ടികൾ ആ പയ്യനായും ആർപ്പ് വിളിച്ചു. വൈകാതെ മത്സരം ആരംഭിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും കൈജിൻ ആ പയ്യനൊപ്പം എത്താൻ കഴിഞ്ഞില്ല. മത്സരം അവസാനിച്ചപ്പോ കൈജിൻ തോറ്റുപോയി. ആൺകുട്ടികളെല്ലാം ആഘോഷിക്കാൻ തുടങ്ങി. പെൺകുട്ടികൾ നിശബ്ദരായി നിന്നു. കൈജിന് വലിയ ദുഃഖം അനുഭവപ്പെട്ടു. അന്ന് വൈകുന്നേരം കൈജിൻ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയതിനാൽ അവളുടെ മാതാപിതാക്കൾ ഉത്കണ്ഠാകുലരായിരുന്നു. എന്നാൽ അധികം വൈകാതെ കൈജിൻ തിരിച്ചെത്തി. അവൾ പഠനമേശയ്ക്ക് മുന്നിൽ ചെന്നിരുന്നു. കൈജിന്റെ അച്ഛൻ ആ സമയം തന്റെ ബിസിനസ് കണക്കുകൾ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം കൈജിന് ചെറിയൊരു പരീക്ഷ നൽകി. സങ്കീർണമായ ഒരു അഡീഷൻ കണക്ക് അദ്ദേഹം അവളോട് ചോദിച്ചു. അച്ഛൻ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുന്നതിന് മുമ്പ് തന്നെ കൈജിൻ ഉത്തരം പറഞ്ഞു. കൈജിന്റെ മാതാപിതാക്കൾ അതിലൊരുപാട് സന്തോഷിച്ചു. അവർ അത്ഭുതത്തിലായി. കൈജിൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ പണം വരുമ്പോ എനിക്കൊരു MP3 പ്ലെയർ വാങ്ങിത്തരാമോ? അതെന്താണെന്നായിരുന്നു കൈജിന്റെ അമ്മയുടെ ചോദ്യം. അവർക്ക് അതൊന്നും പരിചിതമേയല്ല, അത് പാട്ട് കേൾക്കാനുള്ള സാധനമാ എന്ന് കൈജിൻ പറഞ്ഞു. അത് കേട്ടതും മാതാപിതാക്കൾ പുഞ്ചിരിച്ചു. അവർ പറഞ്ഞു, ശരി മോളെ, പണം വരുമ്പോ ഞങ്ങളത് നിനക്ക് വാങ്ങിത്തരാം. അങ്ങനെ കാലം കടന്നുപോയി. ഒരു ദിവസം ഫാൻ ചില സാധനങ്ങൾ വിൽക്കാൻ ചന്തയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു. പുറത്ത് മഴ പെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ട് റെയിൻകോട്ട് എടുക്കാൻ ലു പറഞ്ഞു. ഫാൻ അതെടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോ ലു ഓർമ്മിപ്പിച്ചു, ഇന്ന് നമ്മുടെ മകൾക്ക് MP3 പ്ലെയർ വാങ്ങാൻ മറക്കരുതട്ടോ. ഫാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനതെങ്ങനെ മറക്കാനാ? പിന്നാലെ ഫാൻ പുറത്തേക്ക് പോയി. പക്ഷേ വഴി നല്ല വഴുക്കലുള്ളതായിരുന്നു. യാത്രാമധ്യേ പെട്ടെന്ന് ഫാൻ വഴുതി വീണു. അത് വളരെ വലിയൊരു അപകടമായി മാറിയിരുന്നു. അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു. കൈജിൻ വിവരമറിഞ്ഞ് ഓടി അച്ഛന്റെ അടുത്തെത്തി. ഫാൻ എപ്പോഴും ബോധം വന്നിരുന്നില്ല. കൈജിൻ അദ്ദേഹത്തിന്റെ അരികിലിരുന്ന് കരഞ്ഞു. നിന്റെ അച്ഛൻ ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു. ഡോക്ടർ ഫാനിന്റെ അമ്മാവനെ പുറത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഫാനിന്റെ പരിക്ക് ഗുരുതരമാണ്. അത് ഭേദമാകാൻ ഒരുപാട് സമയമെടുത്തേക്കാം. അദ്ദേഹം ഒരുപക്ഷെ ശാശ്വതമായി വികലാംഗനാകാൻ പോലും സാധ്യതയുണ്ട്. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഇതിനിടയിൽ ഫാനിന് ബോധം വന്നു. കൈജിൻ അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് അത് കണ്ടതും ഒരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. മകളുടെ മുഖത്തേക്ക് നോക്കി ആ അച്ഛൻ പറഞ്ഞു, മോളെ, എനിക്ക് നിനക്ക് MP3 പ്ലെയർ വാങ്ങാൻ കഴിഞ്ഞില്ല. ഉടൻ കൈജിൻ മറുപടി പറഞ്ഞു, അച്ഛാ, എനിക്ക് അതൊന്നും വേണ്ട. അച്ഛൻ സുഖമായിരിക്കുന്നത് കണ്ടാ മതി. അതാ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. 2 ദിവസങ്ങൾ കടന്നു. ഫാനെ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഫാനിന്റെ അമ്മാവൻ അദ്ദേഹത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും നൽകി. അപ്പോൾ ലു ചോദിച്ചു, എന്റെ മകളെവിടെ? അമ്മാവൻ കൈജിന്റെ നേരെ വിരൽ ചൂണ്ടി. അവർക്കൊപ്പം ആശുപത്രിയിൽ നിന്ന് വന്നിരുന്നവൾ വല്ലാതെ തളർന്നിരുന്നു. പഠനമേശയിൽ തലവെച്ച് കിടന്നതും അവൾ ഉറങ്ങിപ്പോയി. മകളെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ലൂവിന് വലിയ നിസ്സഹായത തോന്നി. അന്ന് രാത്രി കൈജിൻ ഉറങ്ങിയ ശേഷം ഫാനും ലൂവും പതുക്കെ സംസാരിച്ചു. അവർക്ക് തങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. അവരുടെ ഏക ആശങ്ക കൈജിന്റെ ഭാവിയെ പറ്റിയായിരുന്നു. അടുത്ത ദിവസം രാവിലെ മുതൽ ആ കൊച്ചു പെൺകുട്ടിക്ക് പുതിയൊരു ജീവിതം തന്നെ ആരംഭിക്കുകയായിരുന്നു. കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും അവൾ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തു. രാവിലെ അവൾ പുഴയിൽ പോയി എല്ലാവരുടെയും വസ്ത്രങ്ങൾ അലക്കും. പിന്നീട് സ്കൂളിലേക്ക് പോകാൻ തയ്യാറായ ശേഷം അവൾ ആദ്യം മലമുകളിലേക്ക് പോകും. അവിടെ ഒരു പ്രത്യേകതരം ഔഷധസസ്യം വളരുന്നുണ്ട്. അത് ദിവസവും കഴിക്കാൻ ഡോക്ടർ കൈജിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കൊച്ചു പെൺകുട്ടി യാഥാർത്ഥ്യത്തിന്റെ പരുക്കൻ വശങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു. ചെടികൾ ശേഖരിച്ച ശേഷം കൈജിൻ ഗ്രാമത്തിലെ മൺപാതകളിലൂടെ നേരെ സ്കൂളിലേക്ക് തിരിക്കും. ഔഷധസസ്യങ്ങൾ നിറഞ്ഞ കുട്ട അവൾ സ്കൂളിനടുത്തുള്ളവരിടത്ത് ഒളിപ്പിച്ചു വെക്കും. ഇതിനിടയിൽ കൈജിന്റെ പഴയ ടീച്ചർ അവധിയിൽ പോയിരുന്നു. പുതിയ ടീച്ചർ വന്നു. പുതിയ ടീച്ചർ തന്നെ സ്വയം പരിചയപ്പെടുത്തിയ ശേഷം ഹാജർ വിളിക്കാൻ ആരംഭിച്ചു. എല്ലാവരും ഹാജർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കൈജിന്റെ പേര് വിളിച്ചപ്പോ അവളുടെ ബെഞ്ച് ശൂന്യമായിരുന്നു. കൈജിൻ എന്താ വരാത്തത് എന്ന് ടീച്ചർ ചോദിച്ചു. അപ്പോൾ കൈജിന്റെ സുഹൃത്ത് പറഞ്ഞു, എനിക്കറിയില്ല മാം. ആ സമയം കൈജിൻ കിതച്ചുകൊണ്ട് ഓടി അവിടേക്ക് എത്തി. 10 മിനിറ്റ് വൈകിയതിനാൽ പുതിയ ടീച്ചർക്ക് കൈജിനോട് വലിയ ദേഷ്യം തോന്നി. എന്തുകൊണ്ടാണ് അവൾ വൈകിയതെന്ന് ചോദിച്ചപ്പോ കൈജിൻ നിശബ്ദയായി നിൽക്കുകയായിരുന്നു ചെയ്തത്. ദേഷ്യം വന്ന ടീച്ചർ കൈജിനോട് പോയി ഇരിക്കാൻ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞപ്പോ കൈജിനും സുഹൃത്തും പുറത്തിറങ്ങി. കൈജിന്റെ സുഹൃത്ത് ചോദിച്ചു, നീ ഒരിക്കലും സ്കൂളിൽ വരാൻ വൈകാറില്ലല്ലോ, ഇന്നെന്താ വൈകിയത്? കൈജിനൊന്നും പറഞ്ഞില്ല. അവൾ നിശബ്ദയായി നിന്നു. സുഹൃത്ത് വീണ്ടും നിർബന്ധിച്ചു. തന്റെ കഷ്ടപ്പാടുകൾ ആരോടും പറയാൻ കൈജിന് താല്പര്യമില്ലായിരുന്നു. എന്നാൽ സുഹൃത്ത് അത്രയേറെ നിർബന്ധിച്ചപ്പോ കൈജിൻ പറഞ്ഞു, ഞാൻ പറയാം, പക്ഷേ എന്റെ വിഷമങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്ന കാര്യങ്ങളും ആരോടും പറയില്ലെന്ന് നീ എനിക്ക് പ്രോമിസ് ചെയ്യണം. അവൾ പ്രോമിസ് ചെയ്തു. കൈജിൻ തന്റെ എല്ലാ കാര്യങ്ങളും ആ സുഹൃത്തിനോട് പറഞ്ഞു. പെട്ടെന്ന് കൈജിന്റെ സുഹൃത്ത് തന്റെ കീശയിൽ നിന്ന് MP3 പ്ലെയർ എടുത്ത് കൈജിന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്കുള്ള എന്റെ സമ്മാനമാണ്. കൈജിൻ പറഞ്ഞു, എനിക്കിതിന്റെ ആവശ്യമില്ല. പക്ഷെ സുഹൃത്ത് നിർബന്ധിച്ച് അത് കൈജിന് നൽകി. നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറയണമെന്നും പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് സ്കൂളിലെ ഉച്ചഭക്ഷണ ഇടവേള ആരംഭിച്ചു. മറ്റെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായിരിക്കുമ്പോ കൈജിൻ വീട്ടിലേക്ക് കൂടി. മാതാപിതാക്കൾക്ക് എളുപ്പത്തിൽ ചലിക്കാൻ കഴിയില്ലെന്ന് ആ കൊച്ചു പെൺകുട്ടിക്ക് നന്നായിട്ടറിയാം. അവർ ഡിസബിൾഡ് ആണ്. അവൾ വീട്ടിൽ ചെന്ന് അച്ഛന്റെ മൂത്രപാത്രം വൃത്തിയാക്കി തിരികെ വെച്ചു. അവർക്ക് വേണ്ട കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു. വീണ്ടും സ്കൂളിലേക്ക് കൂടി. സ്കൂൾ വിട്ടപ്പോൾ കൈജിനാണ് ആദ്യം ഇറങ്ങിയത്. അവൾ ഒളിപ്പിച്ചു വെച്ച് ഔഷധസസ്യം എടുത്തുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് കൂടി. വീട്ടിലെത്തിയ ഉടൻ ഈ കൊച്ചു പെൺകുട്ടിക്ക് വലിയ തിരക്കായി. അവൾക്ക് മാതാപിതാക്കൾക്ക് ഭക്ഷണം പാകം ചെയ്യണം. പിന്നിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവർ ദുഃഖത്തോടെ മകളെ നോക്കിയിരുന്നു. കൈജിൻ വിശ്രമമില്ലാതെ ജോലി ചെയ്തു. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവളെ പഠിപ്പിച്ചിരുന്നു. രാത്രിയിൽ കൈജിൻ മാതാപിതാക്കൾക്ക് ഭക്ഷണം വിളമ്പി. സ്വന്തം കൈപ്പടയിലുണ്ടാക്കിയ ഭക്ഷണം. അവർ അത് രുചിച്ചു. വളരെ രുചികരമായിരുന്നു എന്ന് പറഞ്ഞ് അവളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോഴാണ് അച്ഛന്റെ മരുന്ന് തയ്യാറാക്കാൻ ഞാൻ മറന്നുപോയി എന്ന് വിളിച്ചു പറഞ്ഞ് കൈജിൻ ഭക്ഷണം കഴിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് ഓടിയത്. ദിവസം മുഴുവൻ വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് ആ കൊച്ചു പെൺകുട്ടി ഹോംവർക്ക് ചെയ്യാനിരുന്നപ്പോൾ അവളുടെ ശരീരം പൂർണ്ണമായും തളർന്നിരുന്നു. അവൾ ഇയർഫോൺ വെച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അവളുടെ ഉറങ്ങുന്ന മുഖം നോക്കിയാൽ തന്നെ അവൾ എത്രമാത്രം ക്ഷീണിതയാണെന്ന് ആർക്കും മനസ്സിലാകുമായിരുന്നു. പിറ്റേന്ന് കൈജിൻ ഹോംവർക്ക് ചെയ്തിട്ടില്ലാത്തതിനാൽ ടീച്ചർ അവളെ വല്ലാതെ വഴക്കു പറഞ്ഞു. ടീച്ചർ കൈജിനോട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ സ്കൂളിൽ വരണമെന്നില്ല. കൈജിൻ വലിയ വിഷമത്തോടെ നിശബ്ദയായിട്ടിരുന്നു. ഇതേ സമയം ഫാനിന്റെ അമ്മാവൻ അവരെ ഒരുപാട് സഹായിക്കുന്നുണ്ടായിരുന്നു. ഫാൻ നിർമ്മിക്കുന്ന സാധനങ്ങൾ അദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഒരു സ്ട്രെച്ചറിന്റെ സഹായത്തോടെ ഫാനിനൽപ്പം നടക്കാവുന്ന രീതിയിലേക്ക് ഇംപ്രൂവ്മെന്റ് വന്നു. പക്ഷേ അപ്പോഴും കൈജിന്റെ കഷ്ടപ്പാടുകൾക്ക് കുറവൊന്നുമില്ല. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അവൾ സ്വന്തം തോളിലേക്ക് ഏറ്റെടുത്തു. അടുത്ത ദിവസം സ്കൂളിൽ ആ വികൃതി പയ്യൻ വീണ്ടും കൈജിനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അവളുടെ കയ്യിലുണ്ടായിരുന്ന വള അവൻ തട്ടിയെടുത്തു. ജനിച്ചപ്പോൾ മുതൽ അവൾ ധരിക്കുന്നതാണത്. അവൻ കൈജിനോട് പറഞ്ഞു, നിനക്കിത് തിരികെ വേണമെങ്കിൽ എന്റെ കൂടെ നീ വീണ്ടും ഓട്ടമത്സരം നടത്തണം, എന്നെ തോൽപ്പിക്കണം. കൈജിൻ അതിന് സമ്മതിച്ചു. വൈകാതെ മറ്റൊരു ഓട്ടമത്സരം കൂടി സംഘടിപ്പിക്കപ്പെട്ടു. കൈജിനും ആ പയ്യനും തയ്യാറായി. ഒടുവിൽ മത്സരം ആരംഭിച്ചു. രണ്ടുപേരും ശക്തമായി മുന്നോട്ടേക്ക് കൂടി. എല്ലാവരും അവരെ പ്രോത്സാഹിപ്പിച്ചു. പെൺകുട്ടികൾ കൈജിനായി ആർപ്പ് വിളിച്ചു. ഇത്തവണ കൈജിന പയ്യനെ മറികടന്ന് വിജയം നേടി. അവളുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൾ ഓട്ടം നിർത്തിയതേയില്ല. ഒരു സ്വതന്ത്ര പക്ഷിയെപ്പോലെ കൈകൾ വിടർത്തി അവൾ മുന്നോട്ടേക്ക് കൂടി. അവളെ കണ്ടാൽ അത് വെറും ഒരു മത്സരത്തിലെ വിജയം മാത്രമല്ല എന്ന് തോന്നുമായിരുന്നു. ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോടാണ് അവൾ വിജയിച്ചിരിക്കുന്നത്. കൈജിൻ നേരെ വീട്ടിലേക്ക് കൂടി. അവൾക്ക് അച്ഛന്റെ മരുന്ന് തയ്യാറാക്കണമായിരുന്നു. പെട്ടെന്ന് മരുന്ന് തയ്യാറാക്കി അത് നൽകിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇതിപ്പോൾ തന്നെ കഴിക്കൂ. പിന്നീട് അവൾ വീണ്ടും സ്കൂളിലെ
സ്കൂളിലേക്ക് ഓടാൻ തുടങ്ങി. കൈജിൻ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നും മറന്നുപോയ പോലെയായിരുന്നു കാണപ്പെട്ടത്. അവളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഓട്ടങ്ങൾ മാത്രമാണ്, എല്ലാം ഒന്ന് വട്ടമെത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. ഗ്രാമത്തിലെ ക്ലിനിക്കിലെ ഒരു ജീവനക്കാരി ദിവസവും കൈജിന്റെ അച്ഛന് ഇഞ്ചക്ഷൻ നൽകാനായി വരുമായിരുന്നു. ക്ലിനിക്കിൽ രോഗികളുടെ എണ്ണം കൂടിയെന്ന് പറഞ്ഞ് ആ ജീവനക്കാരി അടുത്ത ദിവസം മുതൽ വരാൻ കഴിയില്ലെന്നറിയിച്ചു. ഇഞ്ചക്ഷനിനി അവർ സ്വയം എടുക്കേണ്ടി വരും. ആ ജീവനക്കാരി തന്നെ എങ്ങനെ അത് എടുക്കണം എന്ന് കാണിച്ചു കൊടുത്തു. കൈജിൻ അന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മ അച്ഛൻ ഇഞ്ചക്ഷൻ നൽകാൻ ശ്രമിക്കുന്നതായിരുന്നു കണ്ടത്. അത് കണ്ടപ്പോൾ കൈജിൻ നിലവിളിച്ചു, അമ്മേ എന്താ ചെയ്യുന്നേ, അച്ഛന് വേദനിക്കും. അവളുടെ അമ്മ ആ സമയം പറഞ്ഞു, ആരോഗ്യപ്രവർത്തക ഇനി ഇവിടെ വരില്ല, ഇനി നമ്മൾ തന്നെ വേണം ഇഞ്ചക്ഷൻ നൽകാൻ. കൈജിൻ അന്ന് ഒരുപാട് കരഞ്ഞു. അച്ഛൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതുള്ളിൽ കടക്കുമ്പോ ഒരു കൊതുക് കടിച്ചതുപോലെ തോന്നു. പക്ഷേ കുഞ്ഞു കൈജിന് അത് വിശ്വസിക്കാനായില്ല. അതുകൊണ്ട് അവൾ ഇഞ്ചക്ഷനൊപ്പമുള്ള നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും അതെങ്ങനെയാണ് നൽകേണ്ടത് എന്ന രീതി പഠിക്കുകയും ചെയ്തു. തുടർന്നവൾ സ്വന്തം ശരീരത്തിൽ തന്നെ അത് പരിശീലിക്കാൻ തുടങ്ങി. വേദന കൊണ്ട് കൈജിൻ ഇടയ്ക്കൊക്കെ നിലവിളിച്ചു. അവളുടെ അച്ഛൻ ഫാൻ അപ്പോൾ ഉറങ്ങിയിരുന്നില്ല. മകളുടെ വേദന നിറഞ്ഞ കരച്ചിൽ അദ്ദേഹം കേട്ടു. ഊന്നുവടിയുടെ സഹായത്തോടെ അദ്ദേഹം പുറത്തേക്ക് വന്നു. ലൈറ്റിട്ടപ്പോൾ മകളെ ആ അവസ്ഥയിൽ കണ്ട് ഫാൻ വേഗത്തിൽ മകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹം നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ വഴുതി അദ്ദേഹം താഴെ വീഴുക പോലും ചെയ്തു. കൈജിൻ അച്ഛനെ താങ്ങിപ്പിടിച്ചു. അച്ഛൻ പറഞ്ഞു, നീ ഇനിയും എത്രമാത്രം കഷ്ടപ്പെടും മോളെ, നിന്നോട് അത്രമേൽ കടപ്പാട് ഇപ്പോൾ തന്നെ ഞങ്ങൾക്കുണ്ട്. ഫാൻ എന്ന ആ മനുഷ്യൻ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. കൈജിൻ അച്ഛനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛ ഇഞ്ചക്ഷന്റെ വേദന ഒരിക്കലും കൊതുക് കടിക്കുന്നത് പോലെയല്ല. പക്ഷേ അച്ഛന് വേദന കുറയാൻ അതെങ്ങനെ കൃത്യമായി എടുക്കണം എന്ന് ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഉടൻ ഫാൻ പറഞ്ഞു, എന്നെക്കുറിച്ച് എനിക്ക് ആശങ്കയില്ല മോളെ, നിന്റെ ഭാവിയെക്കുറിച്ചോർത്ത എന്റെ ആശങ്കകൾ മുഴുവൻ. നിനക്കെന്ത് സംഭവിക്കുമെന്നോർത്ത് എനിക്കൊരു സമാധാനവുമില്ല. അച്ഛനും മകളും അന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ കൈജിൻ വളരെ വൈദഗ്ധ്യത്തോടെ സ്വന്തം കൈകൊണ്ട് അച്ഛൻ ഇഞ്ചക്ഷൻ നൽകി. ഗ്രാമവാസികൾ അതിന് സാക്ഷ്യം വഹിച്ചു. അവർ ഫാനിനോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്, കൈജിനെ പോലെ ഒരു മകളെ നിങ്ങൾക്ക് ലഭിച്ചല്ലോ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആ അച്ഛന്റെ നെഞ്ച് അഭിമാനം കൊണ്ട് വിങ്ങി. ചിലർ പറഞ്ഞു, നമ്മുടെ കൈജിൻ വലുതാകുമ്പോ ഒരു ഡോക്ടറായാൽ നമ്മുടെ ഗ്രാമത്തിന് പിന്നെ വിഷമിക്കേണ്ടി വരില്ല. അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോ ടീച്ചർ കൈജിനോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നീ ഇതുവരെ പിക്നിക്കിനുള്ള പണം അടച്ചിട്ടില്ല. നാളെയാവുമ്പോഴേക്കും 200 വെന്നടയ്ക്കാൻ മാതാപിതാക്കളോട് പറയണം, ഇല്ലെങ്കിൽ നിന്നെ പിക്നിക്കിന് കൊണ്ടുപോകില്ല. കൈജിൻ തല താഴ്ത്തി നിന്നു. സ്കൂൾ കഴിഞ്ഞ് ഇതെങ്ങനെ മാതാപിതാക്കളോട് പറയും എന്നതിനെക്കുറിച്ച് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. പിക്നിക്കിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നിട്ടും തന്റെ വീട്ടിലെ പ്രയാസകരമായ സാഹചര്യം കാരണം കൈജിൻ അത് ഉള്ളിലൊതുക്കി. അന്ന് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ മാതാപിതാക്കൾ സംസാരിക്കുന്നത് കൈജിൻ കേട്ടത്. അവരവരുടെ കയ്യിലുള്ള പണം കണക്കുകൂട്ടുകയായിരുന്നു. ഇതുവരെ വീട്ടിലുണ്ടായിരുന്ന സേവിങ്സ് കൊണ്ടാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം അത് തീരാറായിരിക്കുന്നു. ഇനി വെറും 200 വോൺ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഫാൻ പറഞ്ഞു, ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിർത്താം, അല്ലെങ്കിൽ ഈ മാസത്തെ വീട്ടുചെലവ് നടത്താൻ നമുക്ക് സാധിക്കില്ല. ഉടൻ ലൂ തന്റെ 2 വളകൾ എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമ്മളിത് മാർക്കറ്റിൽ വിറ്റ കുറച്ച് പണം കിട്ടും. ഏയ് അത് നടക്കില്ല, ഇത് നിന്റെ അമ്മയുടെ അവസാനത്തെ ഓർമ്മയല്ലേ. ഫാൻ പറഞ്ഞത് കേട്ടതും ലൂ പറഞ്ഞു, ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുമ്പോ ഓർമ്മകളും കൊണ്ട് എന്താ ഗുണമുള്ളത്. മാതാപിതാക്കളുടെ സംസാരം കൈജിൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ലൂ ഫാനിനെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ മകളെ സ്കൂളിൽ അയക്കുന്നത് നിർത്തണം എന്നാ എനിക്ക് തോന്നുന്നത്. പണമില്ലാത്തതിനാൽ നിങ്ങളുടെ ചികിത്സ മുടങ്ങുകയാണ്. സ്കൂൾ ഫീസ് നമ്മൾ എങ്ങനെ അടയ്ക്കും? അത് കേട്ടതും ഫാനിന് കനത്ത ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എന്തു വന്നാലും ഞാൻ എന്റെ മകളെ പഠിപ്പിക്കും. നമുക്കവളെ നന്നായി വളർത്തണം. അവൾക്കായി ഏത് പോരാട്ടത്തിനും ഞാൻ തയ്യാറാണ്. കൈജിൻ ഉറങ്ങിയിരുന്നില്ല. അച്ഛന്റെ വാക്കുകൾ കേട്ട് അവൾ അന്ന് കരഞ്ഞു. പിറ്റേന്ന് രാവിലെ കൈജിൻ സ്കൂളിൽ പോകാൻ തയ്യാറാവുകയായിരുന്നു. അച്ഛൻ അവളെ പുറകിൽ നിന്ന് വിളിച്ച് 200 വോൺ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോളെ ഇത് നിന്റെ പിക്നിക്കിനുള്ള പണമാണ്. നീ മനസ്സിരുത്തി പഠിക്കണം. ജീവിതത്തിൽ നീ വലിയൊരാളാകണം. കൈജിന് തന്റെ കണ്ണുനീറടക്കാൻ കഴിഞ്ഞില്ല. ആഗ്രഹമില്ലാതിരുന്നിട്ടും അച്ഛൻ നൽകിയ പണം അവൾ വാങ്ങി. അച്ഛനെ വിഷമിപ്പിക്കാൻ അവൾ ഉദ്ദേശിച്ചിരുന്നില്ല. കൈജിൻ സ്കൂളിലേക്ക് ഓടി. പക്ഷേ പെട്ടെന്ന് അവൾ നിന്നു. അച്ഛന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് അവൾ ഓർത്തു. അവളുടെ പിക്നിക്ക് കാരണം അദ്ദേഹത്തിന്റെ ചികിത്സ മുടങ്ങും.
കൈജിൻ നേരെ പോയി ഒരു മൺവെട്ടിയെടുത്ത് മലമുകളിലേക്ക് തിരിച്ചു. അവൾ മലയുടെ മുകളിൽ കയറി വലിയ പ്രയാസത്തോടെ ചില ഔഷധ സസ്യങ്ങൾ ശേഖരിച്ചു. പിന്നീട് അവയുമായി വീട്ടിലേക്ക് മടങ്ങി ചെടികൾ ഒളിപ്പിച്ചു വെച്ച് അവൾ വീടിനുള്ളിൽ കയറി താൻ ഉച്ച ഭക്ഷണത്തിനായി വന്നതാണ് എന്ന മട്ടിൽ നടിച്ചു. വീട്ടിലെത്തിയ ശേഷം കൈജിൻ ജോലികളിൽ മുഴുകി. അവൾ മാതാപിതാക്കൾക്ക് ചോറ് വിളമ്പി. അമ്മ ചോദിച്ചു, മോളെ, നീ പിക്നിക്കിന്റെ പണം നൽകിയോ? അല്പം മടിയോടെ വളരെ താഴ്ന്ന ശബ്ദത്തിൽ അവൾ ഉമ്മെന്ന് മൂളി. ജോലികൾ കഴിഞ്ഞപ്പോൾ ആ കൊച്ചു പെൺകുട്ടി വീണ്ടും പുറത്തിറങ്ങി. താൻ ശേഖരിച്ച ഔഷധ സസ്യങ്ങളുമായി അവൾ പ്രധാന റോഡിൽ ചെന്നു നിന്നു. ഒരു പിക്കപ്പ് ട്രക്ക് വന്നപ്പോ അവൾ അതിൽ കയറി നേരെ നഗരത്തിലേക്ക് പോയി. അവിടെ ഒരിടത്ത് റോഡരികിലിരുന്ന് അവൾ ആ ചെടികൾ വിൽക്കാൻ ശ്രമിച്ചു. അവളുടെ അടുത്ത് തന്നെ ചെറിയൊരു പെട്ടിക്കടയിൽ ഒരാൾ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അയാൾ കൈജിനോട് പറഞ്ഞു, എനിക്കൊന്ന് വീട്ടിൽ വരെ പോണം, കുറച്ചുനേരം എന്റെ കടയൊന്ന് നോക്കിക്കോളണേ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കടയിലേക്കൊരു ഉപഭോക്താവ് വന്നു. ആ സ്ത്രീയാകട്ടെ വലിയ തിരക്കിലുമായിരുന്നു. അവർ കൈജിനോട് വേഗം കുറച്ച് ഭക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു. കൈജിൻ തന്റെ പരമാവധി ശ്രമിച്ചു. ആ സ്ത്രീ പണം നൽകി ഭക്ഷണവും വാങ്ങി വേഗം പോയി. കൈജിൻ പണം എണ്ണിയപ്പോ ആ സ്ത്രീ വിലയേക്കാൾ കൂടുതൽ നൽകിയതായി കണ്ടു. ഉടനെ കൈജിൻ ആ സ്ത്രീയുടെ പിന്നാലെ മാർക്കറ്റിലൂടെ ഓടി വിളിച്ചു ചെന്നു. അവർ തിരിഞ്ഞു നോക്കി. കൈജിൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് കൂടുതൽ പണം നൽകി. നിങ്ങൾ വാങ്ങിയ ചിക്കന് ആകെ 40 വോൺ മാത്രമേയുള്ളൂ. ആ കൊച്ചു പെൺകുട്ടിയുടെ സത്യസന്ധത കണ്ട് ആ സ്ത്രീ അത്ഭുതപ്പെട്ടു. അവർ കണ്ണു ചിമ്മാതെ കൈജിനെ നോക്കി നിന്നു. കോഴിക്കടക്കാരൻ തിരിച്ചു വന്നപ്പോൾ കൈജിൻ കച്ചവടം ചെയ്ത് കിട്ടിയ പണം അയാളുടെ കയ്യിൽ നൽകി. അയാൾക്ക് കൈജിന്റെ പ്രവൃത്തിയിൽ വലിയ സന്തോഷം തോന്നി. അയാൾ അവൾക്കായി കുറച്ച് ഉച്ചഭക്ഷണം കൊടുത്തു. കൈജിൻ വലിയ സംതൃപ്തിയോടെ ആ ഭക്ഷണം കഴിച്ചു. അന്ന് കൈജിൻ അത്യാവശ്യം ഔഷധ സസ്യങ്ങൾ വിറ്റു. രാത്രി സ്വന്തമായി സമ്പാദിച്ച പണം കയ്യിൽ പിടിച്ചപ്പോൾ അവൾക്കൊരു വലിയ നേട്ടം കൈവരിച്ചതുപോലെ തോന്നി. ഇതിനിടയിൽ സ്കൂളിലേക്ക് ആ പഴയ ടീച്ചർ തിരിച്ചെത്തി. ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയിരുന്നു. ഒരു ദിവസം ടീച്ചർ കൈജിന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഞാൻ ഇതുവരെ കൈജിനെ കണ്ടില്ലല്ലോ, എവിടെ അവൾ? കൈജിൻ ഒരാഴ്ചയായി സ്കൂളിൽ വരുന്നില്ല എന്ന് സുഹൃത്ത് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ടീച്ചർ ചോദിച്ചപ്പോ അവൾ നിശബ്ദയായി നിന്നു. ആരോടും പറയരുതെന്ന് പറഞ്ഞ് കൈജിൻ എന്നോട് സത്യം വാങ്ങിയിട്ടുണ്ട് എന്നവൾ ടീച്ചറോട് പറഞ്ഞു. ആ ടീച്ചർക്ക് കൈജിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് സ്കൂൾ കഴിഞ്ഞ് നീ എന്നെ കൈജിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ക്ലാസ് കഴിഞ്ഞപ്പോ ടീച്ചറും സുഹൃത്തും കൂടി കൈജിന്റെ ഗ്രാമത്തിൽ ചെന്ന് അവളുടെ വീട് കണ്ടെത്തി. കൈജിന്റെ അച്ഛൻ ടീച്ചറെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ടീച്ചറെ കൈജിന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് ടീച്ചർ അപ്പോൾ തിരക്കി. ഫാൻ പറഞ്ഞു, കഴിഞ്ഞ 3 മാസമായി ഒരു അപകടം നടന്നത് മുതൽ ഞാൻ ഇങ്ങനെയാണ്. അപ്പോഴാണ് കൈജിൻ എവിടെയാണെന്ന് ടീച്ചർ ചോദിച്ചത്. അവള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ എന്ന് ഫാൻ മറുപടി പറഞ്ഞു. അത് കേട്ടതും ടീച്ചർ ഞെട്ടി. അവൾ ഒരാഴ്ചയായി സ്കൂളിൽ വന്നിട്ടില്ലല്ലോ എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടതും കൈജിന്റെ മാതാപിതാക്കൾ ആകെ സ്തബ്ധരായി നിന്നുപോയി. ലൂ പറഞ്ഞു, ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അവൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടല്ലോ. അപ്പോഴാണ് കൈജിൻ അകത്തേക്ക് വരുന്നത്. കൈജിന്റെ തോളിലുണ്ടായിരുന്ന ഭാരം അവളുടെ സുഹൃത്ത് വാങ്ങിവെച്ചു. മാതാപിതാക്കളെയും ടീച്ചറെയും ഒരുമിച്ച് കണ്ടപ്പോൾ തന്നെ കൈജിന് കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരുന്നു. അവൾ തലതാഴ്ത്തി നിന്നു. എന്തുകൊണ്ടാണ് നീ സ്കൂളിൽ വരാത്തതെന്ന് ടീച്ചർ ചോദിച്ചു. എനിക്ക് പിക്നിക്കിന്റെ പണം അടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് കൈജിൻ മറുപടി പറഞ്ഞു. അപ്പോൾ ഉടൻ അമ്മ ചോദിച്ചു, പക്ഷെ നിനക്ക് അതിനുള്ള പണം തന്നിരുന്നല്ലോ. കൈജിൻ പറഞ്ഞു, എനിക്കെങ്ങനെ ആ പണം ചിലവാക്കാൻ കഴിയും? ആ പണം അച്ഛന്റെ ചികിത്സയ്ക്കുള്ളതായിരുന്നില്ലേ? അമ്മ പറഞ്ഞു, നീ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഉത്കണ്ഠപ്പെടണ്ട എന്ന് നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? കൈജിൻ പറഞ്ഞു, അമ്മേ, ഞാൻ നിങ്ങളുടെ മകളല്ലേ, ഞാൻ ഉത്കണ്ഠപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാണ്? പിന്നീട് കൈജിൻ തന്റെ കീശയിൽ നിന്നും അല്പം ചുരുട്ടിയ പണമെടുത്ത് ടീച്ചർക്ക് നൽകിക്കൊണ്ട് ചോദിച്ചു, മാം, പിക്നിക്കിനുള്ള പണമാണ്. എനിക്കിനി പിക്നിക്കിന് വരാൻ കഴിയുമോ? ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നായി അമ്മയുടെ ചോദ്യം. അവൾ പറഞ്ഞു, ഞാനിത് സമ്പാദിച്ചതാണ്. എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ചന്തയിൽ ഔഷധ സസ്യങ്ങൾ വിറ്റ കാര്യം അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ കൈജിനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോളെ, പിക്നിക്കിന് പോകാൻ ഈ പണം ധാരാളമാണ്. അടുത്ത ദിവസം സ്കൂളിൽ ടീച്ചർ അവരോട് ഒരു ഉപന്യാസം എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു കത്തായിരുന്നു അത്. ടീച്ചർ കൈജിന്റെ കത്ത് അവൾക്ക് തിരികെ നൽകി. അതുറക്കെ വായിക്കാൻ പറഞ്ഞു. കൈജിൻ നിശബ്ദയായി നിന്നു. അപ്പോൾ ടീച്ചർ കൈജിന്റെ സുഹൃത്തിനോട് അത് വായിക്കാൻ ആവശ്യപ്പെട്ടു. സുഹൃത്ത് അതെടുത്ത് വായിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട അമ്മയ്ക്കും അച്ഛനും. എന്നിട്ട് പെട്ടെന്ന് അവൾ നിർത്തി. ടീച്ചർ ചോദിച്ചു, നീ എന്താ ബാക്കി വായിക്കാത്തത്? സുഹൃത്ത് പറഞ്ഞു, ഇതിൽ കൂടുതലൊന്നും എഴുതിയിട്ടില്ല. അത് കേട്ടതും ക്ലാസ്സിലെ എല്ലാവരും ചിരിച്ചു. കൈജിന്റെ സുഹൃത്തിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൾ അലറി വിളിച്ചു. കൈജിൻ അവളെ തടയാൻ ശ്രമിച്ചു. എങ്കിലും അവൾ നിർത്തിയില്ല. അവൾ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കൊക്കെ കൈജിനെ കുറിച്ച് ശരിക്കും എന്തറിയാം? ശാരീരിക ബുദ്ധിമുട്ടുള്ള അവളുടെ മാതാപിതാക്കളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൾ ഒറ്റയ്ക്ക് ഏറ്റെടുത്താ ചെയ്യുന്നത്. വീട് വൃത്തിയാക്കുന്നത് മുതല് ഭക്ഷണം പാചകം ചെയ്യുന്നതും അച്ഛനും മരുന്ന്
തയ്യാറാക്കുന്നതും വരെ അവളാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചല്ലേ ക്ലാസ്സിൽ വന്നത്? എന്നാല് കൈജിൻ ഇവിടെ വിശന്ന വയറുമായിട്ടായിരിക്കുന്നേ. നമ്മളെല്ലാവരും അച്ഛനോട് പണം വാങ്ങി പിക്നിക്കിന് പോകാൻ വേണ്ടി അടച്ചു. പക്ഷേ കൈജിൻ അങ്ങനല്ല. അവള് സ്വന്തമായി പണം സമ്പാദിച്ച പിക്നിക്കിന് വരാൻ വേണ്ടി പണം അടച്ചത്. നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ സ്വന്തമായി പണം സമ്പാദിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കുടുംബത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ? നമ്മുടെ പ്രായമേ അവൾക്കുള്ളൂ, എങ്കിലും അവൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് അവളുടെ ഈ നിസ്സഹായ അവസ്ഥ കണ്ട് നിങ്ങൾ ചിരിക്കരുത്, നിങ്ങളൊക്കെ ലജ്ജിക്കുകയാ വേണ്ടത്. ടീച്ചർ അത് കേട്ടതും എല്ലാവരോടുമായി പറഞ്ഞു, അതെ, ഇതാണ് നമ്മുടെ കൈജിൻ, നമ്മൾ അവളെ കുറിച്ചോർത്ത് അഭിമാനിക്കണം. അപ്പോ ഒരു കുട്ടി കൈ ഉയർത്തി പറഞ്ഞു, എനിക്ക് കൈജിനെ സഹായിക്കണം, ഞാൻ അവളുടെ വീട് അടിച്ചു വാരാം. മറ്റൊരു കുട്ടി പറഞ്ഞു, അവളുടെ പാചകത്തിന് വേണ്ട വിറക് ഞാൻ ശേഖരിക്കാം. ഓരോരുത്തരായി എല്ലാ കുട്ടികളും കൈജിനെ സഹായിക്കാൻ തയ്യാറായി. കൈജിന്റെ ക്ലാസ്സിലെ വികൃതി പയ്യൻ പോലും. സ്കൂൾ കഴിഞ്ഞ് കുട്ടികളെല്ലാം ടീച്ചറോടൊപ്പം കൈജിന്റെ വീട്ടിലേക്ക് പോയി. അവർ കൈജിന്റെ വീട്ടിലെത്തി സന്തോഷത്തോടെ ആർപ്പ് വിളിച്ചു. കൈജിനെ സഹായിക്കാൻ വന്നതാണെന്നും അച്ഛന് വേണ്ടി ഞങ്ങൾ 2 ക്രച്ചസ് വാങ്ങിയിട്ടുണ്ടെന്നും ടീച്ചർ പറഞ്ഞു. ആദ്യം അത് സ്വീകരിക്കാൻ കൈജിന്റെ മാതാപിതാക്കൾ മടിച്ചെങ്കിലും എല്ലാവരും നിർബന്ധിച്ചപ്പോ അവർ സ്വീകരിച്ചു. അന്നു മുതൽ കുട്ടികളെല്ലാ വീട്ടുജോലികളും അവിടെ എത്തി ചെയ്യാൻ തുടങ്ങി. അവർ എല്ലാവരും ചേർന്ന് വസ്ത്രങ്ങൾ അലക്കി. വികൃതി പയ്യൻ ഒരു പാക്കറ്റ് ഡിറ്റർജന്റ് കൈജിന് സമ്മാനമായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇത് വസ്ത്രങ്ങൾ നന്നായി വൃത്തിയാക്കുമെന്ന് എന്റെ അമ്മ പറഞ്ഞത്. കുട്ടികൾ ആ വീട് മുഴുവനും വൃത്തിയാക്കി. കുട്ടികൾ അങ്ങനെ ഒന്നിച്ച് ജോലി ചെയ്യുന്നത് കണ്ടപ്പോ ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പോലും ഒരു നിമിഷം ടീച്ചർ ചിന്തിച്ചു. അന്ന് വീട് പൂർണ്ണമായും വൃത്തിയാക്കിയ ശേഷമായിരുന്നു കുട്ടികൾ മടങ്ങിയത്. കൈജിനവർക്ക് കൈവീശി യാത്രയയപ്പ് നൽകി. അവളുടെ മാതാപിതാക്കളും വളരെ സന്തുഷ്ടരായിരുന്നു. അന്ന് തിരികെ എത്തിയ ടീച്ചർ കൈജിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതാനിരുന്നു. കൈജിന്റെ ജീവിതകഥ കൂടുതൽ ആളുകൾ അറിയാൻ വേണ്ടിയായിരുന്നു അത്. ഇതിനിടയിൽ ഡോക്ടർ അവസാനമായി കൈജിന്റെ അച്ഛനെ ഒന്ന് കാണാൻ വന്നു. അദ്ദേഹം അവിടുണ്ടായിരുന്ന അങ്കിളിനെ പുറത്തേക്ക് വിളിച്ചു. കൈജിനും പിന്നാലെ പോയി. അമ്മാവനടുക്കൽ ഡോക്ടർ കൈജിന്റെ അച്ഛൻ ഒരിക്കലും പൂർണ്ണമായി സുഖം പ്രാപിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കൈജിനത് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയും ചെയ്തു. അച്ഛന്റെ നരമ്പുകൾക്ക് കേടുപാട് സംഭവിച്ചതിനാൽ സുഖപ്പെടാൻ സാധ്യത കുറവാണ്. കൈജിനും അമ്മയും അന്ന് അതറിഞ്ഞ് ഒരുപാട് കരഞ്ഞു. പക്ഷേ കൈജിൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അന്ന് രാത്രി അവൾ അച്ഛന്റെ അരയിൽ ഒരു തുണി കെട്ടി തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കാൻ തുടങ്ങി. അച്ഛന്റെ ഭാരമുള്ള ശരീരം ഉയർത്തുക എന്നത് ആ കൊച്ചു പെൺകുട്ടിക്ക് വലിയ പ്രയാസമായിരുന്നു. കൈജിൻ വിയർപ്പിൽ കുളിച്ചിരുന്നുവെങ്കിലും അവൾ പിന്മാറിയില്ല. ഇതിനിടയിൽ മറുവശത്ത് ആ വികൃതി പയ്യനാകട്ടെ കൈജിനെ സഹായിക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ പണം തിരയുകയായിരുന്നു. അപ്പോഴാണ് അവൻ അവിടെ ഒരു വള കണ്ടത്. അത് കൈജിൻ ധരിച്ചിരുന്ന അതേ വള പോലെ തന്നെയുള്ള ഒന്നായിരുന്നു. ആ സമയം അവന്റെ അമ്മ അവനെ വിളിച്ചു. അവൻ താഴേക്ക് ഓടിച്ചെന്നു. കൈജിന് വേണ്ടി അമ്മയോട് പണം ചോദിച്ചു. കൈജിന്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അവൻ അമ്മയോട് പറഞ്ഞു. ഒക്കെ കേട്ടതും അവന്റെ അമ്മ സന്തോഷത്തോടെ പണം നൽകാൻ സമ്മതിച്ചു. അപ്പോ അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ മുകളിൽ ഒരു പെട്ടിയിൽ ഒരു വള കണ്ടു, നീ എന്തിനാ അതൊക്കെ തൊടാൻ പോയത്? അതുണ്ടല്ലോ അമ്മേ, കൃത്യം അതേപോലൊരു വള എന്റെ കൂട്ടുകാരി കൈജിന്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കേട്ടതും ആ അമ്മയുടെ കണ്ണുകൾ വിടർന്നു. അവർക്ക് പല കാര്യങ്ങളും മനസ്സിലായി. ഉടനവർ കാറെടുത്ത് കൈജിന്റെ ഗ്രാമത്തിലേക്ക് പോയി. ഗ്രാമത്തിലേക്കുള്ള റോഡിന് മുന്നിൽ നിന്നു. പഴയ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വന്നു. ആ റോഡ് അവർക്ക് വളരെയധികം പരിചിതമായിരുന്നു. അവർ കൈജന്റെ വീടിന് മുന്നിലെത്തി. കൈജിനപ്പോൾ അകത്തേക്ക് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ത്രീ കൈജന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. കൈജിന്റെ കയ്യിലെ വള കണ്ടപ്പോൾ അവർ ആ പഴയ ദിവസം ഓർത്തെടുത്തു. പിന്നാലെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കുറച്ചുനേരം ശാന്തമായിരുന്നു. ഒരുപാട് ആലോചിച്ച ശേഷം അവർ താൻ സൂക്ഷിച്ചിരുന്ന ഒരു തുണിക്കഷ്ണവും വളയും എടുത്തു. പിന്നീട് വീണ്ടും കാറെടുത്ത് കൈജിന്റെ വീട്ടിലേക്ക് പോയി. അവർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. വീടിന്റെ വാതിൽക്കൽ അവർ ചെന്നു നിന്നു. മാതാപിതാക്കളുടെ മുറിയിലേക്ക് കടന്നപ്പോ അവർ ചോദിച്ചു, ഞങ്ങൾ എങ്ങനെയാ നിങ്ങളെ സഹായിക്കേണ്ടത്? ഇത് കൈജിന്റെ വീടാണോ എന്നായിരുന്നു ആ സ്ത്രീയുടെ ചോദ്യം. അതെ, ഞങ്ങൾ കൈജിന്റെ മാതാപിതാക്കളാണ് എന്നവർ മറുപടി പറഞ്ഞു. ആ സ്ത്രീ ഉടനെ നിലത്ത് വീണു. അവർ മുട്ടുകുത്തി വേദനയോടെ പറഞ്ഞു, ഞാനൊരു പാപിയാണ്. ഞാനാണ് കൈജിന്റെ യഥാർത്ഥ അമ്മ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനാണ് കൈജിനെ ഇവിടെ ഉപേക്ഷിച്ചത്. തുടർന്ന് ആ സ്ത്രീ തന്റെ ബാഗിൽ നിന്ന് ഒരു തുണിക്കഷ്ണവും വളയും പുറത്തെടുത്തു. ഞാൻ അവളെ ഉപേക്ഷിക്കുമ്പോൾ പൊതിഞ്ഞിരുന്ന തുണിയുടെ ഒരു കഷ്ണമാണിത്. അവളുടെ കയ്യിൽ ഇതുപോലൊരു വളയുമുണ്ടായിരുന്നു. അത് കേട്ടതും വളർത്തമ്മയായ ലു തന്റെ കയ്യിലുള്ള തുണിക്കഷ്ണം എടുത്തു നോക്കി. അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. മുന്നിലുള്ള ആ സ്ത്രീ തന്നെയാണ് കൈജിന്റെ യഥാർത്ഥ അമ്മയെന്ന് അവർക്ക് മനസ്സിലായി. ലൂവിന് വല്ലാത്ത ദേഷ്യം വന്നു. അവൾ പറഞ്ഞു, ഇത്രയും വർഷം നിങ്ങൾ എവിടായിരുന്നു? ഒരു തണുത്ത ശൈത്യകാല രാത്രിയിൽ നിങ്ങൾ ആ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവൾ എന്റെ മകളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വന്നു. പ്രസവിച്ചതുകൊണ്ട് മാത്രം ഒരാളും അമ്മയാവില്ല. കുട്ടിക്കാലം
കുട്ടിക്കാലം മുതല് ഒരുപാട് കഷ്ടപ്പെട്ട ഞാൻ അവളെ വളർത്തി ഇതുവരെ എത്തിച്ചത്. അവൾ എന്റെ മകളാണ്. അവളുമായി എനിക്ക് അത്രമേലടുത്ത ബന്ധമുണ്ട്. നിങ്ങൾ ഇപ്പോ തന്നെ ഈ വീട്ടിൽ നിന്നിറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മരുതാത്തത് ചെയ്യും. ഫാനും ആ സ്ത്രീയോട് അപേക്ഷിച്ചു. ദയവായി അവരോട് ആ വീട് വിട്ടുപോകാൻ പറഞ്ഞു. ആ സ്ത്രീ അവിടെ നിന്നും പുറത്തേക്ക് പോയി. പുറത്ത് കനത്ത മഴ പെയ്യുകയായിരുന്നു. കൈജിന്റെ യഥാർത്ഥ അമ്മ തന്റെ പാപത്തെക്കുറിച്ചോർത്ത് അന്ന് ഒരുപാട് കരഞ്ഞു. പിന്നീട് വനത്തിൽ നിന്ന് വിറക് ശേഖരിച്ച് കൈജിൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കൈയും മുഖവും കഴുകാൻ അവൾ പുഴയോരത്തു നിന്നു. എന്നാൽ തളർന്നുപോയ ആ കൊച്ചു പെൺകുട്ടി അറിയാതെ തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കൈജിൻ ഒരു സ്വപ്നം കാണുകയായിരുന്നു. അവളുടെ സ്വപ്നത്തിൽ മാതാപിതാക്കൾ ഇരുവരും നടക്കുന്നുണ്ടായിരുന്നു. അവർ അവളുടെ പിന്നിൽ വന്ന് അവളുടെ പേര് വിളിച്ചു. മാതാപിതാക്കളെ കണ്ട സന്തോഷത്തിൽ കൈജിൻ ആർത്തു വിളിക്കുന്നുണ്ടായിരുന്നു. തന്റെ മാതാപിതാക്കളെ ആരോഗ്യവാന്മാരായി കാണുക എന്നത് മാത്രമായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ സ്വപ്നം. പെട്ടെന്ന് ഉറക്കഞ്ഞെട്ടി അവൾ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തി. ഇതിനിടയിൽ കൈജിന്റെ മാതാപിതാക്കൾ ഒരുപാട് ആലോചിച്ച് ഒന്നിച്ച് ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അവർ കൈജിനെ അവളുടെ യഥാർത്ഥ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൈജിന്റെ അച്ഛൻ ഭാര്യയോട് ചോദിച്ചു, നീ ഇതിനെക്കുറിച്ച് നന്നായി ചിന്തിച്ചോ? കൈജിന്റെ അമ്മ പറഞ്ഞു, അതെ, ഞാൻ നന്നായി ചിന്തിച്ചു. അവർ കരയുന്നുണ്ടായിരുന്നു. എങ്കിലും ആ അമ്മ പറഞ്ഞു, അവളുടെ ഭാവിക്ക് വേണ്ടി നമുക്കിത് അംഗീകരിച്ചേ മതിയാകൂ. വികലാംഗരായ മാതാപിതാക്കളുടെ ഭാരം ഈ കൊച്ചു പെൺകുട്ടി എത്ര കാലം ചുമക്കും? അവൾക്ക് മുന്നിൽ നല്ലൊരു ഭാവിയുണ്ട്. അടുത്ത ദിവസം കൈജൻ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോ മാതാപിതാക്കൾ അവൾക്കിഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം പാകം ചെയ്തിരുന്നു. അധികമൊന്നും ചിന്തിക്കാതെ കൈജിൻ ഭക്ഷണം കഴിക്കാനിരുന്നു. മാതാപിതാക്കൾ സ്നേഹത്തോടെ അവൾക്ക് ഭക്ഷണം വിളമ്പി. എന്നാൽ ഇത് അവരോടൊപ്പമുള്ള തന്റെ അവസാനത്തെ ഭക്ഷണമാണെന്ന് ആ കൊച്ചു പെൺകുട്ടി അപ്പോഴും അറിഞ്ഞില്ല. കൈജിൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇന്നെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അമ്മ മറുപടിയൊന്നും നൽകിയില്ല. അവർ നിശബ്ദമായി കരഞ്ഞു. അന്ന് രാത്രി കൈജിൻ ഉറങ്ങിയ ശേഷം അവളുടെ അച്ഛൻ ഒരു കത്തെഴുതി. അമ്മ കൈജിന്റെ സാധനങ്ങളെല്ലാം ഒരു ബാഗിലാക്കി. ഓരോ സാധനത്തിലും തൊടുമ്പോൾ മകളെക്കുറിച്ചുള്ള ഇത്രയും വർഷത്തെ ഓരോ ഓർമ്മകളും ആ അമ്മയുടെ ഉള്ളിലേക്ക് ഓടിയെത്തി. അതവരിൽ വല്ലാത്തൊരു വേദന നിറച്ചു. ആ അമ്മ തന്റെ അമ്മ നൽകിയ അവരുടെ ഓർമ്മയായ ആ വളകൾ പോലും തന്റെ പ്രിയപ്പെട്ട മകൾക്കായി അവളുടെ ബാഗിലേക്ക് വെച്ചു. മകളെ യാത്രയയക്കുമ്പോൾ ആ അമ്മ നിയന്ത്രിക്കാനാവാതെ വിതുമ്പി. നാളെ മുതൽ കൈജിൻ ആ കട്ടിലിൽ കിടന്നുറങ്ങില്ല. അവൾ മറ്റൊരിടത്തായിരിക്കും. അടുത്ത ദിവസം പ്രഭാതം വിടർന്നു. കൈജിന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്ത് മറുകൈയിൽ ബാഗും കൊടുത്ത് അവർ പറഞ്ഞയച്ചിരുന്നു. കൈജിൻ അതുമായി ഒരു വീടന്വേഷിക്കുകയാണ്. ഒരുപാട് തിരച്ചിലിന് ശേഷം അവൾ ഒരു വീടിന് മുന്നിലെത്തി. അവൾ വീട്ടിലേക്ക് കടക്കുമ്പോ അവളുടെ സ്കൂളിലെ കൂട്ടുകാരൻ വികൃതി പയ്യൻ മുന്നിലേക്ക് വന്നു. കൂട്ടുകാരൻ കൈജിനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? കൈജിൻ പറഞ്ഞു, ഈ കത്തും ബാഗും ഇവിടെ ഏൽപ്പിക്കാൻ അച്ഛൻ എന്നോട് പറഞ്ഞു വിട്ടതാ, അത് നൽകാൻ വന്നതാ. അപ്പോഴാണ് കൈജിന്റെ യഥാർത്ഥ അമ്മ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. കൈജിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. കൈജിൻ അവരോടായി പറഞ്ഞു, ആന്റി, അച്ഛൻ ഇത് നിങ്ങൾക്ക് നൽകാൻ പറഞ്ഞു. കൈജിന്റെ അമ്മ ബാഗും കത്തും വാങ്ങി അവളെ സ്നേഹത്തോടെ വീടിനകത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് മറ്റൊരിടത്ത് മാറിയിരുന്ന് കൈജിന്റെ യഥാർത്ഥ അമ്മ കത്ത് വായിച്ചു. കൈജിന്റെ വളർത്തമ്മയും അച്ഛനും അവളെ ശാശ്വതമായി അങ്ങോട്ടേക്ക് അയച്ചിരിക്കുകയായിരുന്നു. കൈജിന്റെ യഥാർത്ഥ അമ്മ കൈജിന്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, നീ എന്റെ മകളാണ്, ഞാനാണ് നിന്റെ യഥാർത്ഥ അമ്മ. കൈജിനൊന്നും മനസ്സിലായില്ല. അപ്പോൾ അവളുടെ യഥാർത്ഥ അമ്മ അവൾക്ക് ആ കത്ത് നൽകി. അച്ഛന്റെ കത്തിലെ ഓരോ വാക്കും നിരവധി അമ്പുകൾ പോലെ കൈജിന്റെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി. അവൾ തന്റെ വീട്ടിലേക്ക് പെട്ടെന്ന് തിരികെയോടി. കൈജിന്റെ യഥാർത്ഥ അമ്മ അവൾക്ക് പിന്നാലെ പോയി. കൈജിൻ തന്റെ വീട്ടിലെത്തി മാതാപിതാക്കൾക്കായി തിരഞ്ഞു. പക്ഷെ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ അയൽക്കാരോട് ചോദിച്ചു. എന്നാൽ കൈജിന്റെ മാതാപിതാക്കൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോഴാണ് അവളുടെ അച്ഛന്റെ അമ്മാവൻ അങ്ങോട്ടേക്ക് വന്നത്. അവൾ അമ്മാവനടുക്കൽ സത്യം പറയാനും തന്റെ മാതാപിതാക്കൾ എവിടെ പോയെന്ന് പറഞ്ഞു തരാനും ആവർത്തിച്ചപേക്ഷിച്ചു. എന്നാൽ അമ്മാവൻ നിശബ്ദനായി നിന്നതേയുള്ളൂ. പക്ഷെ ആ കൊച്ചു പെൺകുട്ടിയുടെ വല്ലാതുള്ള കരച്ചിൽ കേട്ട് അദ്ദേഹത്തിന് ഒരുപാട് നേരം മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. നിന്റെ മാതാപിതാക്കൾക്ക് നീ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടവർ ഇവിടെ നിന്ന് ആ കുന്നിന്റെ മറുഭാഗത്തേക്ക് പോയി. കൈജിൻ അത് കേട്ടതും ഒരു നിമിഷം പോലും കാത്തുനിന്നില്ല. അവൾ ഉടൻ തന്നെ അവിടെ നിന്നും തിരിച്ചു. അവളോടൊപ്പം പന്തമേന്തിയ ഗ്രാമവാസികളെല്ലാം കുന്നിൻ മുകളിലേക്ക് നടന്നു. എല്ലാവരും കുന്നിൻ മുകളിൽ എത്തിയപ്പോൾ കൈജിന്റെ മാതാപിതാക്കൾ അവിടെ ശാന്തരായിരിക്കുന്നത് കണ്ടു. കൈജിൻ അവർക്ക് മുന്നിൽ മുട്ടുകുത്തി വീണു. നിറഞ്ഞ കണ്ണുകളോടെ മാതാപിതാക്കളോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളാണ്. നിങ്ങളാണ് എന്റെ മാതാപിതാക്കൾ. ജന്മം നൽകുന്നവർ മാത്രമല്ല യഥാർത്ഥ മാതാപിതാക്കളാവുക. നിങ്ങൾ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ്. ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും
പോകില്ല. കൈജിൻ പിന്നീട് അമ്മയുടെ മടിയിൽ തലചായ്ച്ചിരുന്നു. അവൾ പറഞ്ഞു, അമ്മേ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവളുടെ വളർത്തമ്മ ലൂവിനും സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ കൈജിനെ മുറുകെ ചേർത്തു പിടിച്ചു. അവളുടെ അച്ഛൻ അവർ കരികിലിരുന്ന് കരഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. കൈജിന്റെ ജന്മം നൽകിയ അമ്മ അങ്ങോട്ടേക്ക് കടന്നുവന്ന് കൈജിനെ ലൂവിനും ഫാനിനുമായി കൈമാറി. അടുത്ത ദിവസം ഗ്രാമത്തിൽ കൈജിന്റെ കുടുംബത്തിനു വേണ്ടി ഒരു ധനസമാഹരണം നടന്നു. എല്ലാവരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സഹായിച്ചു. ചിലർ പണം നൽകി, ചിലർ പച്ചക്കറികൾ നൽകി. കുട്ടികൾ അവരുടെ പിക്കി ബാങ്ക്സിൽ നിന്ന് തങ്ങളുടെ ചെറിയ സമ്പാദ്യങ്ങൾ കൊടുത്തു. ഗ്രാമത്തലവൻ പോലും പണം നൽകാനെത്തി. കൈജിന്റെ കുടുംബം അവരോടൊക്കെ നന്ദി അറിയിച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൈജിന്റെ അധ്യാപിക കടന്നു വന്നത്. അവരോടൊപ്പം പ്രായമായൊരു മാന്യനുമുണ്ട്. അദ്ദേഹം ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് താമസിക്കുന്നത്. കൈജിനെ കുറിച്ച് അധ്യാപിക എഴുതിയ ആർട്ടിക്കിൾ അദ്ദേഹവും വായിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. ആ മനുഷ്യൻ എല്ലാവരോടുമായി സംസാരിക്കാൻ തുടങ്ങി. സംസാരമധ്യേ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇനി മുതൽ എന്റെ ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ കൈജിന്റെയും അവളുടെ മാതാപിതാക്കളുടെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. ഗ്രാമത്തിലുള്ളവർ മുഴുവൻ കൈയടിച്ചു. ആ നിമിഷത്തിൽ സിനിമ അവസാനിക്കുകയാണ്. കഥയുടെ അവസാനത്തിൽ യഥാർത്ഥ കൈജിന്റെ ചിത്രവും അവളുടെ മാതാപിതാക്കളെയും കാണിക്കുന്നുണ്ട്. അവളുടെ ഹൃദയഭേദകമായ കഥ ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളെ സ്പർശിച്ചിരുന്നു. അതുകൊണ്ടാണ് 2010 ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ പ്രതീകമായി ഏഷ്യൻ ഗെയിംസിൽ കൈജിൻ പന്തമുയർത്തിയത്. കൈജിൻ ഇന്നും ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തെ തൊടുന്ന ഏറെ രസകരമായ ഈയൊരു കഥ, ഈയൊരു ജീവിതം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഹൈപ്പ് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.